നമസ്കാരം. എല്ലാവരും ഓണം വളരെ ഭംഗിയായിട്ട് ആസ്വദിച്ചു ആഘോഷിച്ചു എന്ന് തന്നെയാണ് വിശ്വാസം. ഞങ്ങൾക്കും വളരെ മനോഹരമായ ഒരു ഓണമായിരുന്നു, പ്രത്യേകിച്ച് നമ്മുടെ വൈറ്റാലിറ്റി ക്വീൻസ് ഗ്രൂപ്പിൽ. അതിന് വളരെയധികം സ്വാദിഷ്ടമായ സദ്യ ഒരുക്കിയ എല്ലാവർക്കും നൃത്തത്തിലൂടെയും പാട്ടിലൂടെയും ഒക്കെ വളരെ സ്വാദിഷ്ടമായ സദ്യ ഒരുക്കിയ എല്ലാവർക്കും പ്രത്യേകമായി പറയും. ഓക്കെ, ആഘോഷങ്ങളൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കും, പക്ഷേ ശരീരം നമ്മുടേതാണ്, അതിനെ സൂക്ഷിക്കണം. അതിന് നിത്യവും വ്യായാമം ആവശ്യമുണ്ട്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ആഴ്ച ചെയ്ത വ്യായാമത്തിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്. കഴിഞ്ഞ വീഡിയോ പലരും ട്രൈ ചെയ്തു, പലരും തുടർച്ചയായിട്ട് ചെയ്യുന്നുണ്ട് എന്ന് കേൾക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള നട്ടലിൻ്റെയും നട്ടലുമായി ബന്ധപ്പെട്ട പേശികളുടെയും അയവിനും ആരോഗ്യത്തിനും വേണ്ടിയിട്ടുള്ള മൂവ്മെൻറ്റുകളാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്ത ലെവലിലേക്ക് പോകാം. കഴിഞ്ഞ വീഡിയോ ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെടാതെ പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ അത് വീണ്ടും ചെയ്യണം താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് മുകളിൽ കൊടുത്തിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്ത് അത് പ്രാക്ടീസ് ചെയ്യുക. 2-3 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച തുടർച്ചയായിട്ട് അത് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം ഈ വീഡിയോയിലുള്ള വ്യായാമം കൂടെ അതിനോടൊപ്പം കൂട്ടിച്ചേർത്ത് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ നട്ടലിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാനായിട്ട് ഇവ ഒരുപാട് സഹായിക്കും. നമുക്ക് തുടങ്ങാം. നമ്മൾ കഴിഞ്ഞ ആഴ്ച ചെയ്ത ആദ്യത്തെ മൂവ്മെൻറ്റ് മാർജാരി ആസനമായിരുന്നു. അത് നമ്മൾ 4 കാലം തന്ന് കൈപ്പത്തി ഷോൾഡറിൻ്റെ ലെവലും മുട്ട് ഇടുപ്പിൻ്റെ ലെവലിൽ വച്ചിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് നട്ടല് താഴേക്ക് വളയ്ക്കുകയും ശ്വാസം പുറത്തേക്ക് വിട്ട് നട്ടല് മുകളിലേക്ക് വളയ്ക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ താടി ഉള്ളിലേക്ക്. ഇത് നമ്മൾ 5, 10, 15 തവണ ചെയ്യാം. ഓരോരുത്തരുടെയും ശരീരത്തിൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ചെയ്തിട്ട് അടുത്ത പോസിലേക്ക് പോകുന്നതിന് മുമ്പ് അതിൻ്റെ വേരിയേഷൻ അത് നമ്മൾ വ്യാഘ്രാസനത്തിലേക്ക് പോകുകയാണ്. അപ്പോൾ അതിന് കാൽമുട്ടുകൾ ഒരുമിച്ച് കൊണ്ടുവരിക. എന്നിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് വലത് കാലം മുകളിലേക്ക് വരുത്തുക. തലയും മുകളിലേക്ക് വരുത്തിയിട്ട് ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് മുട്ട് നെഞ്ചിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് നമ്മുടെ നെറ്റിത്തടം പരമാവധി താഴെ കൊണ്ടുവന്ന് നമ്മുടെ കാൽമുട്ട് തൊടുക. വീണ്ടും ശ്വാസം മുന്നിലേക്ക് എടുത്ത് മുകളിലേക്ക് കൊണ്ടുവരിക. ശ്വാസം വിട്ടുകൊണ്ട് മുഴുവനും പുറത്തേക്ക് വിട്ടുകൊണ്ട് നെറ്റിത്തടം മുട്ടിൽ തൊടാൻ ശ്രമിക്കുക. ഓക്കെ, ഇത് ഒരു 5 മുതൽ 10, 15 തവണ റിപ്പീറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇടത് കാലം ചെയ്യുക. ശ്വാസം മുന്നിലേക്ക് എടുത്ത് ഇടത് കാലം മുകളിലേക്ക് കൊണ്ടുവന്ന് തല ഉയർത്തുക. ശ്വാസം പുറത്തേക്ക് വിട്ട് നെറ്റിത്തടം മുട്ടിൽ നിൽക്കുക. ഓക്കെ, ഇത് റിപ്പീറ്റ് ചെയ്യുക. വലത് സൈഡ് ഇടത് സൈഡ്. അതിനുശേഷം രണ്ടാമത്തെ മൂവ്മെൻറ്റ്. ഈ രണ്ടാമത്തെ മൂവ്മെൻറ്റിന് നമുക്ക് കുറച്ചുകൂടെ കോൺസെൻട്രേഷനും ബോഡി കൺട്രോളും ആവശ്യമുണ്ട്. പക്ഷേ ഈസിയാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് ആദ്യം ഇടത് കാലും വലത് കൈയും സ്ട്രെച്ച് ചെയ്യുക. ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക്. ഇനി ഇടത് കൈയും വലത് കാലും, ഇടത് കൈ മുന്നോട്ടായാലും വലത് കാലം പിന്നോട്ട് പോകും. തുടക്കക്കാർക്ക് ഇങ്ങനെ വീഴാൻ പോകുന്നത് തോന്നും, പക്ഷെ അത് വീണ്ടും ശ്രദ്ധപൂർവ്വം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈസിയായിട്ട് നിയന്ത്രിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഓരോ മൂവ്മെൻറ്റിലും, യോഗയിൽ ഓരോ മൂവ്മെൻറ്റിലും ഒരു ശ്വസന രീതിയുണ്ട്. ഇവിടെ നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് സ്ട്രെച്ച് ചെയ്യുന്നു. ശ്വാസം വിട്ട് താഴെ കൊണ്ടുവരുന്നു. ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് മറ്റേ കാലം ഓപ്പോസിറ്റ് ഹാൻഡ് കൈ ശ്വാസം പുറത്തേക്ക് വിട്ട് ഇവിടെ കൊണ്ടുവരും. അത് കഴിഞ്ഞിട്ട് ഇതും ഒരു 5 തവണയോ 5 മുതൽ 10 തവണ വരെ റിപ്പീറ്റ് ചെയ്യാം. റിപ്പീറ്റ് ചെയ്തിട്ട് പിന്നെ അവസാനം ഒരു 5 ബ്രീതിങ് വരെ എങ്കിലും ഇങ്ങനെ ബാലൻസ് ചെയ്ത് തിരിച്ചിരിക്കാനായിട്ട്
ശ്രമിക്കുക. അത് കഴിഞ്ഞ് മറ്റേ സൈഡിൽ ഇതുപോലെ ചെയ്യുക. 2 വർഷവും അങ്ങനെ ചെയ്യുക. അപ്പോൾ ശ്രദ്ധിക്കുക, എവിടെ ചെയ്യുന്നു പറഞ്ഞാൽ ഇപ്പോൾ വലത് കൈയും ഇടത് കാലും, ഇടത് കൈയും വലത് കാലും, ഓപ്പോസിറ്റ് ലെഗും കാലും കൈയുമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം പിന്നെ ഭുജംഗാസനത്തിലേക്ക് പോകാം. കഴിഞ്ഞ ആഴ്ച ചെയ്തതിൻ്റെ രണ്ടാമത്തെ പാർട്ടിലേക്ക് ഭുജംഗാസനത്തിൽ പോയി കണ്ടിന്യൂ ചെയ്യുക. അടുത്ത വീഡിയോയിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഇന്ന് നമ്മൾ നട്ടലിന് എക്സസൈസിനോടൊപ്പം തന്നെ നമ്മുടെ ഇടുപ്പിൻ്റെ എക്സസൈസും കൂടെ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അതിന് കാരണം പലർക്കും നടുവേദന ഉണ്ടാകുന്നത് ഇടുപ്പുമായി ബന്ധപ്പെട്ട പേശികളുടെയും മറ്റും സ്റ്റിഫ്നെസ് കൊണ്ടാണ്. അപ്പോൾ നടുവേദന പല കാരണങ്ങൾ കൊണ്ടുണ്ടാകും. ഇപ്പോൾ വയറ്റിന് നന്നായിട്ട് പോയില്ലെങ്കിൽ പോലും നടുവേദന ഉണ്ടാകും. അപ്പോൾ അത് നമുക്ക് ഭാവിയിൽ പഠിക്കാൻ പറ്റും. എങ്ങനെ എന്തൊക്കെ ആസനങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സുകൾ നന്നായിട്ട് നടത്താൻ പറ്റും എന്നതിനെക്കുറിച്ച് നമുക്ക് ഭാവിയിൽ പഠിക്കാം. ഓക്കെ, ഇത് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ ലൈക്ക് ചെയ്യും. നിങ്ങളുടെ അഭിപ്രായങ്ങളും എക്സ്പീരിയൻസും കമൻറ്റിൽ ഷെയർ ചെയ്യുക. ആവശ്യമുള്ളവർക്ക് ഇത് ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. നമ്മുടെ ലക്ഷ്യം ആരോഗ്യ സന്തോഷപൂർണമായ ഒരു കുടുംബവും ഒരു സമൂഹവുമാണ്. അപ്പം അതിന് നമ്മളെല്ലാവരും ഒരുമിച്ച് പ്രവർത്തിച്ചാലേ സാധ്യമാകും. ഓക്കെ, അപ്പം അതുകൊണ്ട് ഷെയർ ചെയ്യുക. കൂടുതൽ ആൾക്കാരെ, നമ്മുടെ കുടുംബത്തിലുള്ള കൂടുതൽ ആൾക്കാരെ നിത്യവും വ്യായാമം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിരന്തരം പ്രേരിപ്പിക്കുക. നമ്മൾ ഓരോരുത്തരുടെയും ആവശ്യം ആയിട്ട് മാറണം. നമ്മുടെ ഗ്രൂപ്പിലുള്ള ഓരോരുത്തരുടെയും ആവശ്യമായിട്ട് മാറണം നമ്മുടെ സമൂഹത്തിൻ്റെ ആരോഗ്യം. ഓക്കെ, അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. എല്ലാവർക്കും സർവ്വമംഗളങ്ങളും നേരുന്നു. നമസ്തേ.